ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവരച്ചോർച്ചയ്ക്ക് സാക്ഷിയായിരിക്കുകയാണ് ലോകം. ചോർന്നത് 16 ബില്യൺ പാസ്വേഡുകൾ. ആപ്പിൾ, ഫേസ്ബുക്ക്, ഗൂഗിൾ, ടെലഗ്രാം എന്നിവ ഉൾപ്പെടെ നിരവധി വൻകിട ടെക് സോഷ്യൽ മീഡിയ കമ്പനികളുടെ 16 ബില്യണിലധികം പാസ്വേഡുകളും ലോഗിൻ ക്രെഡൻഷ്യലുകളും ചോർന്നതായി റിപ്പോർട്ടുകൾ. ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളുടെ സ്വകാര്യ ഡാറ്റ ഇപ്പോൾ അപകടത്തിലായിരിക്കുകയാണ് എന്ന് രാജ്യാന്തര മാധ്യമമായ ഫോബ്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഡെവലപ്പർ അക്കൗണ്ടുകളും ചില സർക്കാർ പോർട്ടലുകളും ഉൾപ്പെടെയുള്ള ലോഗിൻ വിവരങ്ങളും ചോർന്നിട്ടുണ്ട്. ഈ ചോർച്ച മൂലം ഫിഷിംഗ് തട്ടിപ്പ്, ഡാറ്റ മോഷണം, അക്കൗണ്ട് ഹാക്കിംഗ് തുടങ്ങിയ പ്രശ്നങ്ങൾ ആളുകൾ നേരിടേണ്ടി വന്നേക്കാം. ഒരു വെബ് സെർവറിൽ 18.4 കോടി റെക്കോർഡുകൾ അടങ്ങുന്ന അജ്ഞാത ഡാറ്റാബേസ് കണ്ടെത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിൽ 16,000 കോടി പാസ്വേഡുകൾ അടങ്ങുന്ന ലോഗിൻ വിവരങ്ങൾ അടങ്ങുന്നതായി ഗവേഷകർ കണ്ടെത്തി. ഒന്നിലധികം ഇൻഫോസ്റ്റലന്മാർ ആണ് ഈ വിവര ചോർച്ചയ്ക്ക് പിന്നിലെന്ന് ഫോബ്സ് റിപ്പോർട്ടിൽ പറയുന്നു. പാസ്വേഡുകൾ ചോർന്നു എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഇന്നത്തെ ജീവിതത്തിൽ അത് അവഗണിക്കാനുമാവില്ല. 2025 തുടക്കം മുതൽ വിവരച്ചോർച്ച അന്വേഷിക്കുന്ന ഗവേഷകർ 10 ലക്ഷം മുതൽ 35 ലക്ഷം വരെ റെക്കോർഡുകൾ അടങ്ങുന്ന 30 ഡാറ്റാ സെന്ററുകളാണ് കണ്ടെത്തിയത്. ഏകദേശം 1600 കോടിയോളം റെക്കോർഡുകൾ അടങ്ങുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കോടിക്കണക്കിന് പാസ്വേഡുകൾ ഉൾപ്പെടെയുള്ള ലോഗിൻ വിവരങ്ങളാണിവ. വെബ്സൈറ്റുകളുടെ URLകളും അവയുടെ ലോഗിൻ വിവരങ്ങളും അവയുടെ പാസ്വേഡുകളും ഇതിലുണ്ട്. ഏറ്റവും പ്രധാനമായി ചോർച്ച ഡാറ്റയിൽ പുനരുപയോഗിച്ച പഴയ ഡാറ്റ ഉൾപ്പെടുന്നില്ല. സൈബർ ന്യൂസിന്റെയും ഫോബ്സിന്റെയും റിപ്പോർട്ടുകൾ പ്രകാരം മിക്ക ക്രെഡൻഷ്യലുകളും ഹാക്കർമാർ ഉപയോഗിച്ചത് പുതിയ വിവരങ്ങളാണ്. ചോർന്ന ഓരോ എൻട്രിയിലും ഒരു വെബ്സൈറ്റ് URL തുടർന്ന് ഒരു ഐഡിയും പാസ്വേഡും ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുണ്ട്. മാൽവെയർ ഉപഭോക്താക്കളുടെ ഫോണുകളിൽ നിന്നും ഡാറ്റ മോഷ്ടിച്ച് ഹാക്കർമാർക്ക് അയക്കുന്നു. ഹാക്കർമാർക്ക് ഈ ഡാറ്റ നേരിട്ട് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഡാർക്ക് വെബ് ഫോറങ്ങളിൽ വിൽക്കുകയോ ചെയ്യും. അത് തിരിച്ചറിയുന്നത് കൊണ്ട് പാസ്വേഡുകൾ പകരം പാസ് കീകൾ ഉപയോഗിക്കാൻ ഗൂഗിൾ ഉപഭോക്താക്കളോട് ആവശ്യപ്പെടുന്നത്. ഇമെയിലിലും SMS-ലും വരുന്ന അപരിചിത ലിങ്കുകളിലും മറ്റ് ക്ലിക്ക് ചെയ്യരുതെന്ന് അധികാരികൾ നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നതും ഇക്കാരണത്താലാണ്. അക്കൗണ്ട് സുരക്ഷിതമാക്കി വെക്കാൻ പാസ്വേഡ് ഉടൻ മാറ്റുകയും അക്കൗണ്ടുകൾ 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ഓണാക്കി പാസ്വേഡ് മാനേജ്മെന്റ് സംവിധാനം ഉപയോഗിക്കുകയും ചെയ്യുക.